സർ നമ്മളിപ്പം ജോബ് വേക്കൻസിക്ക് എന്തുകൊണ്ടാണ് കൂടുതൽ അൽബേനിയ ഫോക്കസ് ചെയ്യുന്നത്? ഇത് എല്ലാവർക്കും അറിയണമെന്ന് ഒരു ആഗ്രഹമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ലോവിനെ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് അൽബേനിയാണ്. കാരണം വേറെ മറ്റൊന്നുമല്ല, നമുക്ക് അൽബേനിയയിൽ ഇന്ത്യക്കാർക്ക് ഇപ്പം 100% വിസ അപ്രൂവൽ ആണ്. മാത്രമല്ല അൽബേനിയ ഷെങ്കനിലോട്ട് ചേഞ്ച് ആവാൻ സാധ്യതയുള്ള ഒരു കൺട്രിയാണ്. എൻ്റെ ഒരു നിഗമനം അനുസരിച്ചിട്ട് 2025 തീരുന്നതോടുകൂടി അൽബേനിയയിലോട്ടുള്ള ഇന്ത്യക്കാരുടെ വിസ അല്പം ടൈറ്റ് ആകും. അപ്പോൾ ഈ ഒരു സമയമാണ് ഏറ്റവും ബെറ്റർ ടൈം നമുക്ക് അൽബേനിയയിലോട്ട് ജോബിനും മൂവ് ചെയ്യാനായിട്ടുള്ള സ്കിൽഡ് വേക്കൻസി അൺസ്കിൽഡ് വേക്കൻസീസിനൊക്കെ മൂവ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ല ടൈം പീരീഡ് ആണ് ഇപ്പോൾ ഉള്ളത്. കാരണം നമുക്ക് ഏത് വിസ വെച്ചാലും അപ്രൂവൽ ആവുകയാണ് 2 മാസം 3 മാസം ടൈം പീരീഡിൽ. മാത്രമല്ല അൽബേനിയയിൽ ഇപ്പോൾ ചെന്നിട്ട് ഒരുപാട് പേര് ഇല്ലീഗലി കൺട്രി ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. അതായത് അൽബേനിയയുടെ അയൽരാജ്യമാണ് ഒന്ന് ഗ്രീസ്, തൊട്ടടുത്തുള്ളൊരു കൺട്രിയാണ് ഇറ്റലി. അപ്പോൾ പലരും അൽബേനിയയിലേക്ക് വിസയിൽ ചെന്നിട്ട് ഈ കൺട്രി മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നതൊക്കെ കാരണം ഏകദേശം ഒരു 6 to 8 മാസത്തിനകത്ത് അൽബേനിയ വിസ നല്ല രീതിയിൽ ടൈറ്റ് ആവും. അപ്പോൾ ഈ ഒരു ടൈം ഗ്യാപ്പിൽ നമ്മൾ എത്രത്തോളം കാൻഡിഡേറ്റ്സ് നമുക്ക് അൽബേനിയയിൽ എത്തിക്കാൻ പറ്റും, അതാണ് ഇപ്പോൾ നമ്മുടെ അച്ചീവ്മെന്റ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാക്സിമം ഈ 2025 നമ്മൾ അൽബേനിയ വർക്ക് വിസയാണ് ഫോക്കസ് ചെയ്യുന്നത്. 100% വിസ അപ്രൂവൽ ആണ്. നമുക്കിപ്പം നിലവിൽ കാർപ്പൻറ്റർ, വെൽഡർ, സ്ട്രക്ചറൽ ഫിറ്റർ, സിവിൽ എഞ്ചിനീയർ, ഇലക്ട്രിക്കൽ എഞ്ചിനീയർ, ഓട്ടോമേഷൻ എഞ്ചിനീയർ, ഇലക്ട്രീഷ്യൻ, പ്ലംബർ, ബുച്ചർ, ഹെവി ഡ്രൈവർ, എക്സ്കവേറ്റർ ഓപ്പറേറ്റർ, അങ്ങനെ നിരവധി വേക്കൻസി ഓപ്പൺ ആണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അൽബേനിയ സെലക്ട് ചെയ്യാൻ പറഞ്ഞോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഡൗട്ട് ക്ലിയർ ആയല്ലോ? ഓക്കെ, താങ്ക് യു.